നമുക്കെല്ലാവരുമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഭർത്താവുണ്ട്, കൂടെ ഭാര്യ ഉണ്ടാവും, പ്രിയപ്പെട്ട കുട്ടികളുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ ഒറ്റയ്ക്കാണ്. ഇത് ഇന്ന് ഒരുപാട് പേർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്നൊരു തോന്നല്, നമ്മുടെ പ്രശ്നങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നല്, നമുക്ക് ആരുമില്ല എന്നൊരു അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഇമോഷണൽ സ്റ്റാർവേഷൻ എന്നാണ്. ഇന്ന് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ആരുമില്ല എന്നോട് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ പലപ്പോഴും ഇപ്പോൾ ഭാര്യയോടൊപ്പം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും ഭർത്താവ് എന്ത് ചെയ്യായിരിക്കും, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പലപ്പോഴും ഭാര്യമാർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഭാര്യയ്ക്ക് സമയം ഉണ്ടായി എന്ന് വരില്ല. കേട്ടിരുന്നാലും അതിന് ഗൗരവം കൊടുത്തു എന്ന് പറയില്ല. ചിലപ്പോൾ വളരെ ഇമോഷണലി തന്റെ പ്രോബ്ലംസ് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പുച്ഛിച്ച് ചിരിക്കുന്ന കാണാം. പലപ്പോഴും തന്റെ വിഷമങ്ങൾ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു പോയിന്നവരാ. ഇത് പലപ്പോഴും ഇമോഷണൽ ഇഷ്യൂസ് മനസ്സിലാക്കാൻ കൂടെയുള്ള പ്രിയപ്പെട്ടവർക്ക് പറ്റുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഈ ഇമോഷണൽ സ്റ്റാർവേഷൻ പലപ്പോഴും കൂടിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് ചെന്നെത്തിക്കും. ഉറക്കമില്ലായ്മ, എപ്പോഴും കരയണമെന്നൊരു തോന്നല്, വിശപ്പില്ലായ്മ, ഭാരം കുറയുക പോലുള്ള പ്രോബ്ലംസ് ആണ് ഇത് എത്തിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിനെ മറികടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം തന്നെ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, ഇത്തരത്തിൽ ഇമോഷണൽ സ്റ്റാർവേഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് സ്വയം തിരിച്ചറിയുക. ഉണ്ടെങ്കിൽ ആരാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അവരുടെ സ്വഭാവത്തിൽ അവർ ചെറുതായിട്ടെങ്കിലും ഒരു വ്യത്യാസം വരുത്തും, അത് ഉറപ്പാണ്. മാത്രമല്ല, നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ വ്യാപൃതരാകാൻ നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളടുത്ത് നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആണെങ്കിൽ കൂട്ടുകാരുമായി നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരോട് കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കായി പോയെന്നൊരു തോന്നൽ മറികടക്കാൻ സഹായിക്കും. യാത്ര ചെയ്യുക, ഫാമിലിയോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ യാത്ര ചെയ്യാൻ നോക്കുക. പലപ്പോഴും കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ ബോണ്ടിങ് മെച്ചപ്പെടുത്തുന്നതിന് നല്ല യാത്രകൾ ഉപകരിക്കും. മാത്രമല്ല, കൂടുതൽ നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതും നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം ഒറ്റയ്ക്കായി പോയി എന്നോട് തോന്നൽ മറികടക്കാനായിട്ട് സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് യോഗയാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും നിങ്ങൾക്കൊരു സമാധാനം, ഒരു പീസ്ഫുൾ കണ്ടീഷൻ കൊണ്ടുവരുന്നതിനും യോഗ വളരെയധികം ഉപകാരപ്പെടും. ഇത് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് ഇതേ പ്രശ്നം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്.